വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തലയിലിട്ടെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഇപ്പൊ നിവിൻ ചെയ്തിട്ടുള്ളത്. ബിഗ് ബോസിനെ വെല്ലുവിളിക്കുക. അതെന്ത്? ബിഗ് ബോസിനെ വെല്ലുവിളിച്ച ബിഗ് ബോസ് വെറുതെ വിടോ? ഈ ടാസ്ക് ഒരു ടാസ്കാന്നുള്ളത് നിവിൻ മറന്നുപോയോ? അങ്ങ് ബിഗ് ബോസ് ആയി മാറിയാ? അതാണ് എനിക്ക് പ്രൊമോ കണ്ടപ്പോ തോന്നിയത്. ഇനി ബിഗ് ബോസിനോട് പറയാ, ഞാൻ ഇവിടെ നിൽക്കില്ല, അനുമോള് നിൽക്കുവാണെങ്കിൽ ഞാൻ നിൽക്കില്ല. ഇന്ന് ആക്ച്വലി മറ്റേ എപ്പിസോഡിലും പറയുന്നുണ്ടായിരുന്ന പുള്ളിക്കാരൻ. എനിക്ക് മനസ്സിലാവുന്നില്ല, പുള്ളിക്കാരൻ മറന്നുപോയോ ബിഗ് ബോസിലാണെന്നുള്ളത്? അപ്പൊ എന്തുണ്ടായ അവസാനം ബിഗ് ബോസിനെ വെല്ലുവിളിച്ച് ബിഗ് ബോസ് വെറുതെ വിടില്ല. ബിഗ് ബോസ് ഇൻസൾട്ട് ചെയ്തേ വിടത്തുള്ളൂ. അത് തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൊമോയില്. ഇനി പ്രൊമോസ് നോട്ട് പ്രോമിസ് എന്നാണ്. അപ്പൊ എനിക്കറിയില്ല ഇനി ഇത് കാണിച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവുന്ന. മിക്കവാറും പ്രൊമോസ് അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇത് നോക്കാം. പക്ഷെ അങ്ങനെ ആരെങ്കിലും ബിഗ് ബോസിനെ കൂടെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമായിപ്പോയി. അതെനിക്ക് അത്രേ പറയാനുള്ളൂ. അത് വളരെ മോശമാണ്. അത് ഓവർ സ്മാർട്ട്നെസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും വിഷയം ശരിക്കും അനുമോള് തന്നെയാണ്. അപ്പൊ നാളെയും വിഷയം അനുമോള്, ഇന്ന് അനുമോള്, ഇന്നലെ അനുമോളായിരുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല് അനുമോളിന് അഗെയിൻസ്റ്റ് എല്ലാരും, വീട് മൊത്തം അനുമോളിന് അഗെയിൻസ്റ്റ്. നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടല്ലേ വരുന്നത്? എല്ലാ സീസണിലും ഇത് തന്നെയാണ്. ഒരാളുണ്ടാവും ഒറ്റയ്ക്ക് കളിക്കുന്ന, അയാളുടെ അഗെയിൻസ്റ്റ് പോവുക, എന്നിട്ട് അയാൾ പോസിറ്റീവ് ആവും, ബാക്കി എല്ലാവരും സത്യം ശരിക്കുള്ള കാര്യം പോയിന്റ് ആയിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ എല്ലാവരും കൂടെ അയാൾ അറ്റാക്ക് ചെയ്യുമ്പോഴല്ലോ ആ പോയിന്റ് ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോവും. ഇന്ന് അനുമോൾ തെറ്റ് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ കയറിയില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ മാറ്റി കഴിഞ്ഞപ്പോ വെസലിൽ ഒന്നും കയറിയില്ല. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാണ് വെസലിൽ കയറിയത്? ഭക്ഷണം കഴിച്ചില്ല. എല്ലാരും പോടാ പോടി എന്നൊക്കെ എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ടായിരുന്നു അനുമോള്? നല്ലപോലെ വിളിക്കുന്നുണ്ടായിരുന്നു. ആ പോടാ പോടിയും വിളിക്കേണ്ട ആവശ്യമില്ല അനുമോളെ. അത് നിർത്തി കഴിഞ്ഞാൽ തന്നെ അവരെ ട്രിഗർ അവർ കുറയും. ആ പോടാ എനിക്ക് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ അനുമോൾ തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാരും അനുമോളിന്റെ അഗെയിൻസ്റ്റ് വരുമ്പോണ്ടല്ലോ അനുമോൾ അവിടെ പോസിറ്റീവാണ് ആവുന്നത്. അതാണ് പ്രശ്നം. അപ്പൊ എന്തായാലും ഒരു കുറച്ച് പേരുണ്ട്. ഷാനവാസ് ഉണ്ടല്ലോ, ഷാനവാസ് ആൻഡ് ടീം. ഇപ്പൊ ഷാനവാസ് ആൻഡ് ടീമിനെ പറയാൻ പറ്റില്ല, അവർ ടീമായി മാറിയിരിക്കുവാണ്. ഒഫീഷ്യലി ഷാനവാസ്, അഭിലാഷ്, നമ്മുടെ ഒനീല്, ഈ 3 പേര് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും അല്ലെ. അതിനുള്ളിൽ തന്നെ നിന്ന് ദൂരെ നോക്കുമ്പോൾ ജിസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച്. അപ്പം അവര് ഷാനവാസ് ആ ടീം എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ അനുമോളിലെ കൂടെ നിൽപ്പുണ്ട്. കാരണം ഒറ്റയ്ക്കായി ഒരാളായി കഴിഞ്ഞാണ്ടല്ലോ അവിടേക്ക് എല്ലാ അവിടേക്ക് എല്ലാ കണ്ടന്റും പോവും. പുള്ളിക്കാരി ഹീറോ ആയിക്കൊണ്ടിരിക്കും, ബാക്കിയുള്ളവർ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ബുദ്ധിപൂർവ്വം അവരൊന്നത് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ അനുമോളെ കൂടെ ഇരുത്തിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം അത് മറ്റേ അക്ബറിനും ശരത്തിനും പിടിക്കുന്നില്ല, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരമാണ് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുക. അത് ജിസിൽ വന്ന് നിങ്ങളോട് നേരിട്ട് പറയുന്നുണ്ട് ശരത്തിനോട്, എന്തിനാണ് ബുള്ളി ചെയ്യുന്നത്? ബുള്ളി ചെയ്യുമ്പം നിങ്ങൾ അവളെ ബുള്ളി ചെയ്യുമ്പോൾ നിങ്ങളാണ് ആയി പോവാന്നുള്ളത് ജിസിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് ജിസിൽ ചെയ്തൊരു സംഭവമുണ്ട്. എന്താണ്? അനുമോളുടെ ഡ്രസ്സ് മറ്റേ പണിപ്പുര ടാസ്ക് കിട്ടിയപ്പോ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് എന്തിനാണ്? അത് കൃത്യമായിട്ട് അത് എപ്പിസോഡിൽ കാണിക്കുകയും ചെയ്തു, വളരെ കൃത്യമായിട്ട്. അപ്പൊ ജിസിലും ഇവിടെ നെഗറ്റീവായി. പിന്നെ നമ്മുടെ ആര്യൻ കുട്ടൻ, ഒന്നും പറയാനില്ല. ആര്യ അയ്യോ എന്ത് പറഞ്ഞാലും മണ്ടത്തരായി. ഇപ്പൊ അനുമോളിലൂടെ പോയി ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ആര്യൻ ഇങ്ങനെ കുറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? വളരെ ബാലിശമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ജിസിലവിടെ പറയുന്നുണ്ട് ആര്യൻ ഇന്നലെ ദേഷ്യപ്പെട്ട് ഇന്ന് അനുമോളിലെ പോലെ ഇരിക്കുന്നു, പിന്നെ ലവ് സ്ട്രാറ്റജി ആണെന്നൊക്കെ അവർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയില്ല ലവ് സ്ട്രാറ്റജി ഇതുവരെ ഇല്ല. അവർ തമ്മിൽ ലവ് സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇനി ഉണ്ടായിക്കൂടാതൊന്നുമില്ല. പക്ഷെ ഇതുവരെ ഇപ്പൊ ഇല്ല. ഇപ്പൊ അവരായിട്ട് പറഞ്ഞുണ്ടാക്കുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഫുഡ് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? അപ്പം ഈ ബിബി പ്ലസിൽ നടന്ന സംഭവമാണ് കേട്ടോ. ഫുഡ് അനുമോള് കഴിക്കാതിരുന്ന് വൈകുന്നേരം ആയപ്പം ഈ നവീൻ ഫുഡ് ഷെയർ ചെയ്യാനുണ്ടായി. അവരോട് ഐസ്ക്രീമും മറ്റും മറിച്ചൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് ജിസലിന് ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ജിസലിന്റെ അടിമകളുണ്ടല്ലോ, അടിമകളാണല്ലോ പോയി ടാസ്ക് കളിക്കുന്നത്. അവർക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഈ അടിമകളായി കഴിഞ്ഞ ശേഷം. അപ്പൊ ടാസ്ക് കളിച്ച് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാവും എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പം ഇവര് എല്ലാവരും കൂടി കഴിച്ചുകൊണ്ട് ജിസിൽ അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് അനുമോൾ ശരിക്കും പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണ്, ജിസിൽ കുറച്ച് ഓവർ ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ജിസിലിന് നല്ല ദേഷ്യമുണ്ട് കേട്ടോ അനുമോളോട്. അത് ശരിക്കും കാണാനുണ്ട് എപ്പിസോഡിൽ. അതാണ് പ്രശ്നം. അതും അനുമോളിന്റെ അഗെയിൻസ്റ്റ് എല്ലാരും കളിക്കുമ്പോ എല്ലാരും അത് ചെയ്യുമ്പം അത് ഭയങ്കര എടുത്ത് കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ
നിങ്ങൾ തന്നെ കണ്ടസ്റ്റൻസ് തന്നെ അനുമോളെ ഒരു രാജ്ഞിയാക്കി മാറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അത് ചെയ്യാതിരിക്കുക, അതെനിക്ക് പറയാനുള്ളൂ. കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ജിസലിനൊക്കെ മനസ്സിലായിട്ടുണ്ടോ? എന്നാലും കാണിക്കുന്ന സംഭവങ്ങൾ ഇതാണ്. അപ്പോൾ ഓർത്ത് കളിക്കണം, അവിടെ ബുദ്ധിപൂർവ്വം കളിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇതൊക്കെയാണ് സംഭവം, മെയിനായിട്ടുണ്ടായ സംഭവം. പിന്നെ ഞാൻ പറയാലോ, ഈ അടിമകൾക്ക് കിട്ടിയിട്ടുള്ള പണി വല്ലാത്ത പണിയാട്ടോ. രാത്രി മൊത്തം ഇരുന്ന് അവര് പണിയെടുക്കുവാണ് പാവങ്ങള്, ഒരു രക്ഷയില്ല. അതിലെങ്ങാനും തോറ്റു കഴിഞ്ഞാൽ അവര് 3 പേരെ നോമിനേറ്റ് ചെയ്യാനും പറ്റും. ഈ മറ്റേ ഡിറ്റക്ടേഴ്സ്, അവർക്ക് മറ്റേ നെവീനും നമ്മുടെ ആരാണ് ജിസലിനും, ആ 3 പേരെ നോമിനേറ്റ് ചെയ്യുക, അല്ലെ 3 പേരെ വീക്കെൻഡ് എപ്പിസോഡിൽ നിന്ന് മാറ്റി നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ടാസ്ക്. ശരിക്കും പറഞ്ഞാൽ അതൊരു പണിയാണ് കേട്ടോ. നോമിനേഷൻ കിട്ടാതെ രക്ഷപ്പെട്ടു പോയതാണ് ബാക്കിയുള്ളവർ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ടാസ്ക് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് കളിക്കാൻ പറ്റില്ലേ അവർക്ക്? ശരിക്കും കളിക്കാൻ പറ്റും. ആ അടിമകളല്ലാത്ത ആൾക്കാർക്ക് കുറച്ചും കൂടി ഇൻപുട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരനുസരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാം. പക്ഷെ ആരും ചെയ്യുന്നില്ല ഈ ടാസ്ക്. ശരിക്കും പറഞ്ഞാൽ ബോറായി എന്നാണ് ഞാൻ പറയാ. പിന്നെ നമ്മുടെ അനീഷ് പിന്നെ ഈ ടാസ്കിൽ അങ്ങ് മുഴുകിയിരിക്കുവാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മുഴുകി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കര സിൻസിയറായിട്ട് മന്ത്രിയായിട്ട് നടക്കുവാണ്, നമ്മുടെ നെവീന്റെ മന്ത്രിയായിട്ട് നടക്കുവാണ്. ക്യാരക്ടറിലാണ് പുള്ളിക്കാരൻ. അപ്പൊ എന്താ പറയാ, വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു അനീഷിനാണ് ഞാനിപ്പൊ കാണുന്നത് കേട്ടോ. ഒരു കാര്യമില്ല, ഒരു ഒച്ചെടുക്കുന്നില്ല. അനുമോളോട് പോയി പറയുന്നുണ്ട് എന്താണ്, ശാന്തമായിട്ട് അനുമോളെ ഇന്നലെയും കഴുകിയില്ല, ഇന്ന് കഴുകിക്കൂടെ എന്നൊക്കെ ശാന്തമായിട്ട് അനുമോളിനോടൊക്കെ സംസാരിക്കും. അപ്പൊ പുള്ളിക്കാരൻ വേറൊരു മോഡിലാണ് നടക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ അവിടെ അല്ലാതെ ഈ സൈഡിലായിരുന്നെങ്കിൽ, അനുമോളുടെ ഒക്കെ സൈഡിലായിരുന്നെങ്കിൽ ചിലപ്പോ ഒരു പക്ഷേ കണ്ടന്റ് നല്ല രീതിയിൽ ബിഗ് ബോസിന് കിട്ടിയാനെ. ശരിക്കും പറഞ്ഞാൽ ഒരു റോങ് ബ്രേക്ക് ആയിപ്പോയി എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് അനീഷ് ഇപ്പുറത്തെ സൈഡിൽ വരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടന്റ് നല്ലോണം നിവിൻ എഗെയിൻസ്റ്റും നമ്മുടെ ജിസലിന് എഗെയിൻസ്റ്റ് ഒക്കെ കളിച്ചാണ്. ഇപ്പൊ അവരുടെ അടിയിലായതുകൊണ്ട് പുള്ളിക്കാരൻ ആ ക്യാരക്ടറിൽ, ബിഗ് ബോസിന്റെ ക്യാരക്ടറിൽ നിൽക്കുവാണ്. പക്ഷെ ഈ കണ്ടന്റ് ഒട്ടും പോരാട്ടോ. ആ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ മുങ്ങിപ്പോയി. ശരിക്കും അത് മുകളിൽ വരുന്ന ടാസ്ക് ആണ്, അതങ്ങ് മുങ്ങി ഒന്നുമില്ലാതെ ആയിപ്പോയി ആ ടാസ്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കി ഈ നാളത്തെ ഇഷ്യൂ ഒക്കെ കണ്ടിട്ട് അറിയാം എന്താണ് സംഭവം എന്നുള്ളത്, എന്തുകൊണ്ടാണ് നിവിൻ ചൂടായത്. എനിക്ക് മിക്കവാറും തോന്നുന്ന ഫുഡിന്റെ പ്രശ്നമായിരിക്കും. ഫുഡ് ഇവരെല്ലാരും തിന്നുന്നുണ്ട്. ഇന്ന് രാത്രി പോയി ശരത്ത് പോയി പറയുന്നുണ്ടല്ലോ അവരോട്, അവർ ഫുഡ് എടുത്ത് കഴിച്ചു. ഇനി മിക്കവാറും ആ 7 പേര് തിരിച്ചു വരുമ്പോൾ ഫുഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാവാനാണ് സാധ്യത. പക്ഷെ എന്തായാലും അതിലെ നൂറേയും അവര് നിവിനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്, ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കുന്നു പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? അങ്ങനെ വല്ലൊക്കെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടമാണ് കേട്ടോ. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ബിഗ് ബോസിനൊക്കെ ചാലഞ്ച് ചെയ്യാനൊന്നും നിൽക്കരുത്. നിങ്ങൾ വെറുതെ ഗെയിം കളിക്കാൻ വരുവാണ്, അതാണ് മെയിൻ ആള്. അപ്പൊ അതിന്റെ അടിയിൽ കളിച്ച് പോവാ, അങ്ങോരെ പ്രീതിപ്പെടുത്തി നിൽക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് അനീഷ നല്ല രസമായിട്ട് ചെയ്തല്ലോ, കഴിഞ്ഞ ആഴ്ചയൊക്കെ കണ്ടില്ലേ, നല്ല രസമായിട്ട് രചിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ അനീഷ് കഴിഞ്ഞിട്ട് ഇപ്പൊ അനുമോളാണ് ഇനി മെയിൻ ടാർഗറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അനീഷ് കഴിഞ്ഞു, അനുമോൾ. ഇനി ആരാണാവോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇവർ രണ്ടുപേരും മാറി വരും എന്നാണ് എനിക്ക് തോന്നുന്നു ഈ സീസൺ മൊത്തം ടാർഗറ്റ്സ് ഇവർ രണ്ടുപേരും ആയിരിക്കും മറ്റേ ഗ്രൂപ്പിൽ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അറിഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് എടുത്ത് മാറ്റിയ കാര്യങ്ങളൊക്കെ, അത് കഴിഞ്ഞപ്പോഴാണ് അനുമോള് കുറച്ച് ഭയങ്കര വിഷമിച്ചൊക്കെ ഇരുന്നത്. ഇതൊക്കെ പിന്നെ അനുമോൾ ഈ വൈഫിനൊക്കെ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പോടാന്ന് വിളിക്കുമ്പോൾ വീട്ടിലാൾക്കാരൊക്കെ വിളിക്കുമ്പോണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പോയി വിളിക്കുന്ന പറയുന്നത് നാച്ചുറൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ നോർമലായിട്ട് പറയാം. എന്നെ വിളിക്കേണ്ട, നിങ്ങൾ വീട്ടിലുള്ള ആരെ പോയി വിളിച്ചോളൂ എന്ന് പറയുന്നതാണ് സത്യം. പക്ഷെ അത് ശരത്തെടുത്തതും പിന്നെയും പറയുമ്പോൾ അനുമോൾക്ക് അവിടെ ഒരു നെഗറ്റീവ് എഫക്ട് വരും. കാരണം വൈഫിനെ പറഞ്ഞു മനസ്സിലായോ? ആ ഒരു ഇതങ്ങോട്ട് വരും. അപ്പൊ അതുകൊണ്ട് അത് പറയാതിരിക്കുന്നതായിരിക്കും അനുമോൾക്ക് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇത്ര അധികം ഒരാവശ്യമല്ല, ടാർഗറ്റിംഗ് തന്നെ ഭയങ്കര ടാർഗറ്റിംഗ് ആയിരുന്നു. 1, 2, 3 എത്ര വർഷമാണ് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത അപ്പുറത്താൾ, ആദ്യം ശരത്ത് പോവും, പിന്നെ അക്ബർ പോവും, പിന്നെ രണവും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ശരത്ത് പോവും, രണവും അക്ബറും, ഇങ്ങനെ തന്നെ ഇടക്ക് ആര്യം വരും. ഇതന്നെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അനുമോളിന് പോസിറ്റീവായിട്ട് ഈ ഗെയിം വന്നിട്ടുണ്ട്. അനുമോൾ ഇന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ആണ് നാളെ ഈ ആഴ്ചയൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. ഉറപ്പായിട്ടും അനുമോള് മുകളിലോട്ട് പോകും, പിന്നെ കിട്ടില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇനി വല്ല വൈൽഡ് കാർഡൊക്കെ വരുമ്പോ ഇവർക്ക് തലയിലേക്ക് എല്ലാം കയറുമായിരിക്കും. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് ആർക്കറിയാം.
ഒരു രക്ഷയില്ല. ഗെയിം വേറെ ഒന്നും നടക്കുന്നില്ല. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഈ ടാസ്ക് മനസ്സിലാക്കി കളിക്കുന്നില്ല അവര്. അതാണ് സത്യാവസ്ഥ. ടാസ്ക് ഒരു വലിയ പരാജയം, വൻ പരാജയം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതുവരെ. ഇന്നൊക്കെ ബോറടിച്ച് കുറച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ. ഇന്നൊക്കെ പട്ടിയൊക്കെ വരച്ച് ലൈവില്. അപ്പൊ പിന്നെ എന്താണ് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് മറ്റവർക്ക് ആ ടാസ്ക് കൊടുത്തത് രാത്രി മുഴുവൻ എന്ന് വെച്ചു. അതും എത്രത്തോളം കണ്ടന്റ് ആക്കാൻ പറ്റും ബിഗ് ബോസിന്? അതും പറ്റൂല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ, നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പൊ അതുവരെ ബൈ, ഗുഡ് നൈറ്റ്.